നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള MP ആണ്. വയനാടൻ പ്രധാനമന്ത്രി എന്നൊക്കെ നമ്മളിടയ്ക്ക് കളിയാക്കി പറയുമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയാകണമെന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ സാധാരണ ഇടത് പാളയങ്ങളിലൊക്കെ ജനിപ്പിച്ച ഒരു നേതാവാണ്. കോൺഗ്രസ്സുകാർക്കും ഇടതുകാർക്കും മാത്രമേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള ചിന്തയുണ്ടായിരുന്നുള്ളൂ. BJP പുല്ലുപോലെ അത് പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. ഏതായാലും ഇത്തവണ അതിന് പോലും പ്രസക്തിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരും CPMകാരും ഒക്കെ പറയുന്നത് അതിനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ്. ഏതായാലും കേന്ദ്രത്തിൽ BJP ആണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇതുവരെ ഇല്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വയനാട്ടിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ. രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ കുടുംബം കാലാകാലങ്ങളായി കയ്യിൽ വെച്ചിരുന്ന റായ്ബറേലിയും അമേഠിയും പോലുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഒരു തരത്തിലും ആർക്കും പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അമേഠിയിൽ സ്മൃതി ഇറാനി അവിടെ പോയി വീട് വരെ വെച്ച് താമസം തുടങ്ങി. സ്മൃതി ഇറാനി ആദ്യം അവിടെ പരാജയപ്പെട്ടെങ്കിലും സോണിയാഗാന്ധിയും സ്മൃതി ഇറാനിയും കൂടെ മത്സരിച്ചപ്പോൾ സോണിയാഗാന്ധി വിജയിച്ചു, സ്മൃതി ഇറാനി പരാജയപ്പെട്ടു. പക്ഷേ അടുത്ത 5 വർഷം സ്മൃതി ഇറാനി അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് സ്മൃതി ഇറാനി ആ മണ്ഡലം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ സ്മൃതി ഇറാനി ആ മണ്ഡലത്തിൽ തന്നെ അവിടെ ഒരു വീടൊക്കെ വെച്ച് അവിടേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധിയെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു അവിടേക്ക് വരാൻ. എന്നാൽ വയനാടാണ് തനിക്ക് സുരക്ഷിത മണ്ഡലമെന്ന് കൃത്യമായ തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആകെ 9 തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നിട്ടുള്ളത് പോലും. എനിക്കറിയില്ല, എനിക്കിത് സംശയം. കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇങ്ങനെയുള്ള MPമാരും MLAമാരും ഒക്കെ മതിയോ കേരളത്തിലെ ജനങ്ങൾക്കെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര തിരക്കുണ്ട്, ഭാരത് ജോഡോ യാത്രയുണ്ട്, അങ്ങനത്തെ യാത്രകൾ. ഈ ഭാരത് ജോഡോ യാത്രയൊന്നും കടന്നുപോയ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ ആരും തിരിഞ്ഞു നോക്കി പോലുമില്ല. കേരളത്തിൽ മാത്രം ആരൊക്കെയോ കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിലുള്ള വലിയൊരു പ്രൊപ്പഗണ്ടയൊക്കെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്തൊരു പ്രൊപ്പഗണ്ടയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ്. നമ്മൾ യാത്ര അവസാനിക്കുമ്പോൾ ആരും അദ്ദേഹത്തെ കാണാനോ കേൾക്കാനോ ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ യാത്ര കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. അദ്ദേഹം സാധാരണഗതിയിൽ പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ കോൺഗ്രസ് തകർന്നഴിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ കണ്ടത്. പിന്നെ കോൺഗ്രസ്സിന് അവരുടെ ആ കുടുംബാധിപത്യം ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ രാഹുൽ ഗാന്ധിയുമായി മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രം. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്രയും ദിവസമായിട്ടും മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല. ഇനി 3-ാം തീയതി വരുന്നു എന്ന് കേൾക്കുന്നു. 3-ാം തീയതി അന്നെന്തായാലും വന്നേ പറ്റൂ. അന്ന് വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം അദ്ദേഹം തിരികെ പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു MP ആണോ വയനാടിന് ആവശ്യം? സുരേന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട പരാമർശം നടത്തിയിരുന്നു. K. സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഒരു പരാമർശം നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വരുന്നതിൽ കൂടുതൽ അവിടെ എത്തിയിട്ടുള്ളത് കാട്ടാനയാണ് എന്നുള്ളത്. അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്യമൃഗങ്ങളിൽ നിന്നുള്ള അവരുടെ ജീവനുള്ള ഭീഷണിയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അത് എന്താണെന്ന് പോലും അറിയാത്ത രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ അവിടെ വന്ന് മത്സരിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ പലരും വോട്ട് ചെയ്യുന്നത്, കേരളത്തിൽ നമ്മൾ പറയും വളരെ പുരോഗമനമുള്ള ഒരു സ്റ്റേറ്റ് ആണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എവിടെയാണ് ഈ പുരോഗമനം എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. ഈ ജാതി നോക്കി മാത്രം ഇന്നും വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണെന്ന് പറയാൻ കഴിയും. ഇനി അങ്ങനെ ജാതി നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. ഇവിടെ പുരോഗമനക്കാർ, ഏതാണ്ട് പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉരുട്ടിക്കുഴച്ച് ചവിട്ടിക്കുഴച്ച മണ്ണാണ് കേരളം എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഉരുട്ടിക്കുഴച്ചിട്ടും ചവിട്ടിക്കുഴച്ചിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നും മലപ്പുറത്തൊരു ഹിന്ദുവിനെ മത്സരിപ്പിക്കാൻ കഴിയില്ല. മത്സരിപ്പിച്ചാൽ വോട്ട് കിട്ടുകയോ ജയിക്കുകയോ ചെയ്യില്ല. വടകരയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. വടകരയിൽ മുരളീധരൻ മത്സരിക്കാൻ വന്നപ്പോൾ അവിടേക്ക് ഷാഫി വേണമെന്ന് അവിടുത്തെ മുസ്ലിം ലീഗുകാരടക്കം പറഞ്ഞൊരു സാഹചര്യം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇനി പോട്ടെ, കോട്ടയം അക്ഷരങ്ങളുടെ നഗരമാണ് കോട്ടയം. കോട്ടയത്താണ് പത്രപ്രവർത്തനത്തിൻ്റെ ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥാപനങ്ങളും നിലനിൽക്കുന്ന സ്ഥലം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, അതായത് പത്രം വായിക്കുന്നവരും വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരും ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലം, അതുപോലെ തന്നെ സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സ്ഥലം ഒക്കെയായിരുന്നു കോട്ടയം. ഈ കോട്ടയം നോക്കിയാൽ പോലും കോട്ടയത്ത് നമുക്ക് പാലായിൽ ഒരു ക്രിസ്ത്യാനി അല്ലാതെ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ? അപ്പോൾ നമ്മളീ പറയുന്ന പുരോഗമനമൊക്കെ, അല്ലെങ്കിൽ നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണ്. കേരളത്തിൽ വിദ്യാഭ്യാസം വിവരവുമുള്ള ജനതയാണെന്ന് പറയുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നോക്കിയാൽ ഭരണമാറ്റം, നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് പോലും സംഭവിച്ചത് എന്താണ് കേരളത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും വെച്ച് നോക്കിയാൽ കേരളത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ കുറവാണ്. എപ്പോഴും ജാതിയും മതവും രാഷ്ട്രീയവും മാത്രം നോക്കി വോട്ട് ചെയ്യുന്നവരാണ്. അവിടെ വികസനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ ഒന്നും തന്നെ ഒരു പ്രസക്തിയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഗുജറാത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റം. ഗുജറാത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഗുജറാത്തിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള അന്നത്തെ മന്ത്രിമാരായിരുന്ന പലരും, ഷിബു ബേബി ജോൺ അടക്കം, അതുപോലെ തന്നെ നമ്മുടെ അബ്ദുള്ള കുട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തായ സാഹചര്യം നമുക്കറിയാം. ഇവരെല്ലാം ഗുജറാത്തിനെ പറ്റി, ഗുജറാത്ത് പോയി കാണണം എന്ന അവിടുത്തെ വികസനത്തെയൊക്കെ
കുറിച്ച് പറയുന്ന ആൾക്കാരാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നല്ല കോളേജോ സ്കൂളോ പോലും ഇല്ല. ഇവിടെ നിന്ന് പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകേണ്ടി വരുന്ന അവസ്ഥ, കോളേജിൽ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. വിശ്വപൗരൻ എന്ന ലേബലിൽ കേരളത്തിലേക്ക് കെട്ടിയിറക്കപ്പെട്ട, അന്ന് കെട്ടിയിറക്കിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ശശി തരൂർ എന്താണ് മണ്ഡലത്തിന് വേണ്ടി ചെയ്തതെന്നറിയാം. അതേപോലെ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയും. രാഹുൽ ഗാന്ധിക്ക് ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. വരുമ്പോൾ ആകെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തട്ടുകടക്കാരൻ ഫേമസ് ആകുമെന്ന് മാത്രമാണ്. വരുമ്പോൾ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ കയറി ദോശയും രസവടയും ഒക്കെ കഴിച്ച് മടങ്ങിപ്പോവുക എന്നതിനപ്പുറത്തേക്ക് ആ തട്ടുകടക്കാരൻ്റെ ഒരു ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വരും. രാഹുൽ ഗാന്ധി ഓടിപ്പോയി, നമ്മൾ ഈ ചെറിയ കുട്ടികളെ കണ്ടില്ലേ, 5 വയസ്സുള്ള ചില കുട്ടികളുടെ ആ ഭാവഭാവാദികളാണ് ഇന്നും രാഹുൽ ഗാന്ധിക്കുള്ളത്. ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരനാകാൻ ഇന്നും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ്. പക്ഷേ അവരുടെ കുടുംബം, ആ കുടുംബം ഏറ്റെടുത്ത് നൽകുന്ന, അല്ലെങ്കിൽ ആ കുടുംബപരമായി മാത്രം, കുടുംബത്തിൻ്റെ ഒരു ബലമുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്ന ചില MP പദങ്ങൾ, MLA പദങ്ങൾ, അങ്ങനെയൊക്കെ അതുമായി മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പോലും എന്തെന്നറിയാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം മറ്റു ചില കാര്യങ്ങളിലാണ്. അത് അദ്ദേഹം കൃത്യമായി നടത്തുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത് മലമറിക്കുകയാണ് മറ്റെല്ലാ സംസ്ഥാനത്തും, അതുകൊണ്ട് തനിക്ക് വയനാട്ടിലേക്ക് അധികം വരാൻ കഴിയുന്നില്ല എന്നായിരിക്കും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസിന് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യാനുള്ളത്? ഇതൊക്കെ ചോദ്യചിഹ്നമാവുകയല്ലേ. ഏതായാലും ഇത്തരത്തിലുള്ള ഒരാളാണോ വയനാടിന് വേണ്ട? വയനാട്ടിൽ ആകെ 9 തവണ മാത്രം, 5 വർഷത്തിൽ 9 തവണ വന്ന ഒരു MP വയനാടിന് ഇനി എന്തിനാണ്? അതാണ് ഏറ്റവും പ്രസക്തമായി ഉയരേണ്ട ചോദ്യം.